എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വ്യക്തമായ ചിത്രം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ ദിവസം കൂടെ ചേർത്ത് കണ്ടിന്യൂ സെക്കൻഡ് സെഷനും നമ്മുടെ മാർക്കറ്റ് റെഡിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മീഡിയ, മെറ്റൽ, കൺസ്യൂമർ ഡ്യൂറബിൾസ് സ്റ്റോക്കുകളിലെ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്നാണ് ഇന്ന് റെഡിലേക്ക് പോയത്. ഇപ്പോൾ നിഫ്റ്റിയുടെ വൺ ഡേ ചാർട്ടിൽ നോക്കൂ. ഒക്ടോബർ 23 ക്രിയേറ്റ് ചെയ്ത ഏറ്റവും ഉയർന്ന ഈ ഒരു സോണിൽ നിന്ന് നിഫ്റ്റി ഇപ്പോൾ ഏകദേശം 600 പോയിൻ്റ് ഡൗണിലേക്ക് വന്നു. ഓവർബോട്ട് ടെറിട്ടറിയിൽ നിന്നുള്ള ഒരു ചുരുങ്ങിയ ദിവസത്തിനുള്ളിലോ ഉള്ള ഒരു പെട്ടെന്നുള്ളൊരു തിരിച്ചടിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഡെയിലി ചാർട്ടിൽ നിഫ്റ്റി ഇവിടെ നോക്കൂ, ഇന്ന് വ്യക്തമായ ഒരു ഹൈ ഷാഡോ ക്യാൻഡിലാണ് ഫോം ആക്കിയിരിക്കുന്നത്. ഇത് കണ്ടിന്യൂ സെല്ലിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കിപ്പോൾ ഒരു വ്യക്തമായ ചിത്രം ലഭിച്ചു എന്നുള്ളത് മാത്രമല്ല, പ്രധാനമായും 20 EMAക്ക് താഴെയുള്ള ക്ലോസിംഗ് വരും ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ ബെയറിഷിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. മൊമെൻറ്റം വ്യൂസിൽ ഡെയിലി RSI 50 മാർക്കിന് താഴെയായിട്ടുണ്ട്. മാത്രമല്ല, ബുള്ളിഷ് മൊമെൻറ്റത്തിന് ഒരു ഉഷാറ് ഇല്ലാത്തതും മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് ഒരു ബയ്യിങ് മോഡിലേക്ക് എത്താൻ ഒരു വിമുഖത കാണുന്നുണ്ട്. ടെക്നിക്കലി നിലവിലെ സ്ട്രക്ചറൽ ഇൻഡെക്സ് അതിൻ്റെ ഇടിവ് 25,450 ലെവലിന് താഴെയാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല, അങ്ങനെയായാൽ അത് 25,300 എന്നുള്ള ഒരു സോണിലേക്ക് വലിച്ചു കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. കണ്ടിന്യൂ ഒരു ബെയറിഷ് മോഡ് നിലനിൽക്കുകയാണെങ്കിൽ ഈ മാസം തന്നെ 25,150 എന്നുള്ള ഈ ലെവലിലേക്ക് നിഫ്റ്റി എത്തിപ്പെടാനുള്ള സാധ്യതയാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം 25,650, 25,700 ഈ ഒരു സോൺ ഒരു ഡിസീസീവ് റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന് മുകളിലുള്ള ഒരു സസ്റ്റെയിൻ മൂവ്മെൻറ്റ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ നിന്ന് നിഫ്റ്റിക്ക് കരകയറാൻ സാധ്യമാകൂ എന്നുമാണ് വിചാരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ സപ്പോർട്ട് ചെയ്തിട്ടും FISൻ്റെ കണ്ടിന്യൂ സെല്ലിങ്ങുകൾ മാർക്കറ്റിൽ ആധിപത്യം പുലർത്തി എന്ന് വേണം പറയാൻ. ഒരു പ്രോഫിറ്റ് ബുക്കിംഗാണ് കാണാൻ കഴിഞ്ഞത്. MSCI ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ 4 ഇന്ത്യൻ കമ്പനികളെ ഉൾപ്പെടുത്തിയതിൻ്റെയും ഒരു US മാക്രോ ഡാറ്റ സ്ട്രോങ് ആയതും ആദ്യ സമയത്ത് കോൺഫിഡൻസ് വളർത്തിയെങ്കിലും ദുർബലമായ ആഭ്യന്തര PMI റീഡിങ്ങുകൾ വഴി മിക്ക സെക്ടറുകളും ഇന്ന് നെഗറ്റീവ് സോണിലാണ് ട്രേഡിംഗ് നടത്തിയത്. എന്നിരുന്നാലും IT സ്റ്റോക്കുകൾ സസ്റ്റെയിൻ ചെയ്തു. ഇൻലൈൻ ഏണിങ്സും US മാക്രോ ഡാറ്റയിലെ പുരോഗതിയും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഏതായിരുന്നാലും നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എന്നീ ഇൻഡെക്സുകൾ സെഷനിലുടനീളം നെഗറ്റീവ് ബയസോടെയാണ് ട്രേഡിംഗ് നടന്നത്. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 148 പോയിൻ്റ് ഇടിഞ്ഞ് 83,311 നിഫ്റ്റി 88 പോയിൻ്റ് ഇടിഞ്ഞ് 25,509 ബാങ്ക് നിഫ്റ്റി 272 പോയിൻ്റ് ഇടിഞ്ഞ് 57,554 ക്ലോസ് ചെയ്തു. ഗ്രാസിം ഇൻഡസ്ട്രീസ്, അതുപോലെ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, അദാനി എൻ്റർപ്രൈസസ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, എറ്റേണൽ എന്നിവയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. അതേസമയം ഏഷ്യൻ പെയിൻറ്റ്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, M&M, ഇൻ്റർഗ്ലോബ് അവിയേറ്റ്, ടാറ്റ കൺസ്യൂമർ എന്നിവ ഇന്ന് നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു. അതേസമയം ഫ്രണ്ട് ലൈൻ സ്റ്റോക്കുകളിൽ ബ്രോഡർ മാർക്കറ്റുകളും ബ്രോഡർ ഇൻഡെക്സുകളും ഇന്ന് ലോസ് ബുക്ക് ചെയ്തു. മിഡ് ക്യാപ്പ്, അതുപോലെ സ്മോൾ ക്യാപ്പ് 1% ഇന്ന് ഇടിഞ്ഞിരിക്കുന്നത്. സെക്ടറൽ ബേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്, 2.54%. തുടർന്ന് മെറ്റൽ 2.07, കൺസ്യൂമർ ഡ്യൂറബിൾസ് 1.98. നിഫ്റ്റി IT, ആട്ടോ എന്നീ സെക്ടറുകൾ മാത്രമാണ് ഇന്ന് ചെറിയ സ്ലൈറ്റ്ലി ഒരു ഗ്രീനിൽ ക്ലോസ് ചെയ്തത്, 0.18%.
ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് പരിശോധിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,565 താഴെയായിരുന്നു. നമുക്കിത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 2 മണിക്കാണ്. അതിനുശേഷം എൻട്രി ഇവിടെ നിന്ന് എടുക്കാൻ സാധ്യമല്ല. കാരണം 2 മണിക്ക് ശേഷം കൂടുതൽ ആളുകൾ ട്രേഡിംഗ് സോണിൽ നിന്ന് തന്നെ പോകുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും 65 പോയിൻറ്റോളം ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റി വന്നിട്ടുണ്ട് നമ്മുടെ സപ്പോർട്ട് ലെവലിൽ നിന്നും. അതേസമയം ബാങ്ക് നിഫ്റ്റി 57,700 താഴെയായിരുന്നു. 57,695 700 താഴെ. നമുക്ക് ഈ ഒരു 10 മണിക്ക് 10:15 കൂടി തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി നോക്കുകയാണെങ്കിൽ 150 പോയിൻറ്റിൻ്റെ റാലി ഡൗൺ സൈഡിലേക്ക് നടത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും സ്ലൈറ്റ്ലി ഒരു സ്മോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നാളെ വാച്ച് ചെയ്യാനായിട്ട് സപ്പോർട്ടായിട്ട് നമുക്ക് ഇന്നത്തെ ലോവിലേക്ക് വെച്ച് നോക്കി അതിന് താഴെ ഇത് എത്ര ഗ്യാപ്പുണ്ട് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഇതിന് താഴെ ഇവിടെ വയ്ക്കാം 57,480 സപ്പോർട്ടും അതേപോലെ റെസിസ്റ്റൻസ് നമുക്ക് ഈ ഒരു സിങ്ക് സോണിൽ വയ്ക്കാം 57,690. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഈ 2 ലെവലുകൾ നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാളെ വെള്ളിയാഴ്ചയാണ്. വോളറ്റിലിറ്റി കൂടും, ട്രാപ്പ് കൂടും, എല്ലാം കൊണ്ടും വളരെയധികം ഡിഫിക്കൽട്ടായ ഡേകളാണ് വെള്ളിയാഴ്ച എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് നിഫ്റ്റിയിൽ 25,475 താഴെ മാത്രം എൻട്രി എടുത്ത് പോയാൽ മതിയാവും. സപ്പോർട്ട് ഡൗൺ സൈഡിലേക്കാണ് പറയുന്നത്. അതേസമയം റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു സിങ്ക് സോൺ 25,620. ഓക്കെ, അപ്പോൾ ഈ 2 സോണുകൾ അപ്പോൾ ഈ 2 സോണുകൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ നിങ്ങൾക്ക് നിഫ്റ്റിയിലും വാച്ച് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.